അവസാന ഘട്ടത്തിൽ ഹോമം പൂജയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവസാന ഘട്ടത്തിൽ നമ്മൾ തളയ്ക്കുന്ന സമയത്ത് ഉഗ്രരൂപിണിയായിട്ട് നിൽക്കും. മന്ത്രം ഉപയോഗിച്ച് ആദ്യ പൂജ കാര്യങ്ങളും ചെയ്യും. തളയ്ക്കുന്ന സമയത്ത് ദേഹത്ത് ഒരു സ്ത്രീയുടെ ദേഹത്ത് വരുത്തി കഴിഞ്ഞാൽ, അതുകൊണ്ടാണോ നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ആവാഹന ക്രിയകളൊക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാലും വലിയ പ്രയോജനങ്ങളൊന്നും ലഭിക്കാത്തത്? മറ്റേ ഇങ്ങനെ രാത്രി ഉറങ്ങുന്ന സമയത്ത് പോലീസിന്റെ ശബ്ദം കേൾക്കുന്നു, ഭഗവാന്റെ സാന്നിധ്യം ആ ഭവനത്തിൽ, നിങ്ങളുടെ ഭവനത്തിലുണ്ട് എന്ന് അറിയിച്ചു കൊടുക്കുന്നതാണ്. നീ എൻ്റെ മണ്ണ് ചവിട്ടൂല. ഞാൻ പറഞ്ഞു, ഞാൻ ചവിട്ടിയാൽ നമുക്ക് കാണാം. കുട്ടിയുടെ ദേഹത്ത് വരുത്തി. അത് ഗർഭിണിയായ ഒരു സ്ത്രീ ആറ്റിൽ ചാടി മരിച്ചതിൻ്റെതായിരുന്നു. സ്വാമി എന്ന് പറയുന്നത് കൊച്ചു കുഞ്ഞാണെങ്കിലും 10 വയസ്സിനകത്ത് പ്രായമുള്ള കുഞ്ഞാണെങ്കിലും ഭഗവാനെ വിളിച്ചാൽ വെളിപ്പുറത്താണ്. ഈ ബാധാദോഷങ്ങൾക്ക് വിഷ്ണുമായ ഉപാസനയിൽ എന്താണ് ഈ പ്രതിവിധി ഉള്ളത്? ഇപ്പോൾ ഇതിലും സാധാരണ നമ്മൾ കൗളാചാര മാർഗത്തിലുള്ള ആവാഹന ക്രിയകൾ തന്നെയാണോ ചെയ്യുന്നത്? ആവാഹന ക്രിയകൾ ഞാൻ ചെയ്യുന്ന കൗളാചാര മാർഗത്തിലാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ അതിന് 2 ദിവസം മുമ്പ് എൻ്റെ സ്വാമിയുടെ പൂജയും കാര്യങ്ങളും വീട്ടിൽ തുടങ്ങും. വീട്ടിൽ തുടങ്ങി പോണതിൻ്റെ അന്ന് ഉച്ചയ്ക്കുള്ള പൂജയും കൂടെ അന്ന് രാവിലെ പൂജയും കൂടെ കൊടുത്തിട്ട് ഞാൻ പോകും. അവിടെ ചെന്ന് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു ഉപാസന. ഇവർക്ക് പൂജയും ചെയ്ത് ഒരു കാര്യമുണ്ട്, നമ്മളവിടെ ചെയ്യുന്ന സമയത്ത് ആ ബാധ നേരെ ചെയ്യുന്ന ആളിൻ്റെ വീട്ടിലാണ് വരുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അവിടുന്ന് ഒഴിപ്പിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് വരും. ഒഴിപ്പിക്കുന്നില്ല, ഒഴിപ്പിക്കാൻ സമയങ്ങൾ അടുത്ത് വരും തോറും ഇതിന് പൂർവാധികം ശക്തി കൂടും, പവർ കൂടും. നമ്മളെ തന്നെ നശിപ്പിക്കുക. ചെയ്യുന്ന ആളിന് നേരെ തിരി, പിന്നെ ആ വീട്ടുകാർക്ക് നേരെ തിരി. ഇപ്പം നമ്മൾ ഈ പൂജയും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഗണങ്ങളെ നമ്മളെ വീട്ടിൽ കാവലാക്കിയിട്ട് വേണം നമ്മൾ പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് ഇത് പൂർവാധിക ശക്തിയോട് കൂടി നമ്മളെ വീട്ടിൽ വരും. ചെയ്യുന്ന ആരാണോ അവരുടെ വീട്ടിൽ വരും. അച്ഛൻ, അമ്മ, കുട്ടികൾ, അവർക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കും. അതിനു വേണ്ടിയാണ് നമ്മളൊരു വലയം തീർത്ത് ഇവരെ കാവലാക്കി ഒരു വലയം തീർത്തിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. അവസാന ഘട്ടത്തിൽ ഹോമം പൂജയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവസാന ഘട്ടത്തിൽ നമ്മൾ തളയ്ക്കുന്ന സമയത്ത് ഉഗ്രരൂപിണിയായിട്ട് നിൽക്കും. അതിലാണ് നമ്മൾ തളയ്ക്കുന്നത്. അവസാന ഘട്ടത്തിലാകുമ്പോഴത്തേക്ക് കരഞ്ഞ് കാല് പിടിക്കേണ്ട ഗതി വരും. അതിൽ ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. ദേഹത്ത് വന്ന് ദേഹത്ത് ഒരു സ്ത്രീക്ക് ഉപദ്രവം ഉണ്ടെങ്കിൽ ആ ദേഹത്ത് വന്ന് നമ്മൾ മാറ്റുന്ന സമയത്ത് നമ്മളുടെ കള്ളത്തരവും കാണിക്കും. പോയെന്ന് പറയും. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മന്ത്രമല്ല, തന്ത്രമാണ് ഉപയോഗിക്കുന്നത്. മന്ത്രം ഉപയോഗിച്ച് ആദ്യ പൂജ കാര്യങ്ങളും ചെയ്യും. തളയ്ക്കുന്ന സമയത്ത് ദേഹത്ത് ഒരു സ്ത്രീയുടെ ദേഹത്ത് വരുത്തി കഴിഞ്ഞാൽ മാറി എന്ന് പറയും. നമ്മൾ പിന്നെ തന്ത്രം നോക്കണം. തന്ത്രം പ്രയോഗിച്ച് കഴിഞ്ഞാലേ അതിൽ അറിയാൻ പറ്റും. ഞാനത് നോക്കി. എൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് മാറിയെന്ന് പറഞ്ഞു. അങ്ങനെ തളർന്ന് കിടക്കുകയും ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്തൊരു നോട്ടം നോക്കി. എനിക്കതിൽ മനസ്സിലായി. തൂക്കി ഇങ്ങനെ പിടിച്ചു മാറ്റി. മന്ത്രത്തിന് സ്ഥാനമുണ്ട്. നമ്മൾ ഹോമം കാര്യങ്ങൾ ചെയ്യുമ്പോൾ മന്ത്രമാണ് സ്ഥാനം. അത് കഴിഞ്ഞ് ഒഴിപ്പിക്കാൻ കിടക്കുന്ന സമയത്ത് തന്ത്രമാണ് അവിടെ നോക്കിയത്. അതുകൊണ്ടാണോ നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ആവാഹന ക്രിയകളൊക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാലും വലിയ പ്രയോജനങ്ങളൊന്നും ലഭിക്കാത്തത്, അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് പരിഹാരങ്ങളൊന്നും ലഭിക്കാത്തത്? അതുകൊണ്ടാണോ? കാട്ടിക്കൂട്ടി ചെയ്യുന്നവരുണ്ട്, പണത്തിന് വേണ്ടി ചെയ്യുന്നവരുണ്ട്. ഒരുപാട് പേർ പണത്തിന് വേണ്ടി ചെയ്യുന്നവരുണ്ട്. നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്ത് ഉപാസന എടുത്ത് സത്യസന്ധമായിട്ട് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് 100% ഫലം ഉറപ്പാണ്. പൈസയ്ക്ക് വേണ്ടി തട്ടിക്കൂട്ടി ഹോമങ്ങൾ ചെയ്യുന്നവരുണ്ട്. അതിലൊന്നും ഫലം വരത്തില്ല. അത് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു പൂജയ്ക്ക് പോകുമ്പോൾ ഭഗവാന്, എനിക്കിപ്പം 11 ഉപാസനാമൂർത്തികളുണ്ട്. 11 പേരെ ഉപാസിച്ച് അവർക്ക് വേണ്ടിയുള്ള പൂജയും കാര്യങ്ങളും നിവേദ്യങ്ങളെല്ലാം കൊടുത്ത് എൻ്റെ കൂടെ താങ്ങും തണലും കാവലായും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യം ഫലം ഉറപ്പ്. ഈ 11 ഉപാസനാമൂർത്തികൾ ഏതൊക്കെയാണ്? ഭദ്രകാളി, ദുർഗയുണ്ട്. ദുർഗയ്ക്ക് താന്ത്രികമാണ് പറയുന്നത്. ഭദ്രകാളി, ദുർഗ, കരിങ്കാളി, വിഷ്ണുമായ, കരിങ്കുട്ടി, ചാമുണ്ടേശ്വരിയുണ്ട്, മന്ത്രമൂർത്തിയുണ്ട്, തമ്പുരാനുണ്ട്, യക്ഷിയമ്മയുണ്ട്, ബാലഭദ്ര. അതായത് ത്രിപുടസുന്ദരി ഭാവം, പൗർണമിക്കാലിരിക്കുന്ന ത്രിപുടസുന്ദരി ഭാവത്തിലാണ് ഇരിക്കുന്നത്.
ഇപ്പം മലവാരത്തമ്മയുടെ സാന്നിധ്യം കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നാഗരതുണ്ട്, നാഗര സാന്നിധ്യമുണ്ട്. 11 പേരെ. നമുക്ക് ഈ സാന്നിധ്യം ഉണ്ട് എന്ന് എങ്ങനെയാണ് അങ്ങ് തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ഇവരെ പിന്നീട് ഉപാസനയിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അത് അവരുടെ സാന്നിധ്യം നമുക്ക് ഈ പൂജ ചെയ്യുമ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും കറക്റ്റാ. അത് അങ്ങ് ജ്യോതിഷവും നോക്കുന്നുണ്ട്? ജ്യോതിഷം എന്ന് പറയുന്നത് ഞാൻ ശങ്കിട്ടാണ് നോക്കുന്നത്, ശംഖുമുഖ്യ വെച്ചാണ് നോക്കുന്നത്. ഒരു ദിവസം ഞാൻ ഇതേപോലെ പൂജയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ സഹോദരിയുടെ ഹസ്ബൻഡിനവിടെ സഹോദരിക്ക് വീട് വയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ സഹോദരിയുടെ ഹസ്ബൻഡിനോട് പറഞ്ഞ് വീട് വയ്ക്കുന്നത് ഭഗവാന്റെ സാന്നിധ്യമുള്ള മണ്ണാണ്, ഇവിടെ പൂജ കൊടുത്തതിന് ശേഷം മാത്രമേ വയ്ക്കാറുള്ളൂ. അപ്പോൾ എൻ്റെ അളിയൻ വിചാരിച്ച് സാന്നിധ്യം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അറിയണം. അപ്പം ഞാൻ ഭഗവാന് ദീപാരാധന കൊടുക്കുകയാണ്. പറഞ്ഞു തരുന്ന വീട്ടിൻ്റെ മുറ്റത്തൊരു നാഗം. അപ്പം എൻ്റെ പറഞ്ഞ് ഒരു ഇത് വന്ന് പാമ്പ് നാഗം വന്ന് നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി നോക്കണ്, കണ്ടു. പക്ഷെ എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. വീട്ടിൻ്റെ ഒരു പരിസരത്തോടെ അങ്ങോട്ടും പോയില്ല ഇങ്ങോട്ടും പോയില്ല, ഇങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. അതിൽ വെച്ച് എൻ്റെ അളിയനും വിശ്വാസമായത്. അവൻ്റെ സാന്നിധ്യം 100% ഉറപ്പായിട്ടുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ വന്ന് വീട്ടിനകത്തോട്ട് കയറുമ്പോൾ ഞാനൊരു ചട്ടിയിൽ ആമ്പൽ വെച്ചിട്ടുണ്ട്. അവിടെ 2 തവള, 2 തവള. ഞാൻ വൈകുന്നേരം ദീപാരാധന കൊടുക്കാൻ താമസിച്ചാൽ 2 പേരൊന്ന് വിളിക്കും. ഒരാളിപ്പോൾ ഒരു ഫോൺ കോൾ പറയുന്നു. അപ്പം നാളെ, അപ്പം എനിക്കിരിക്കുമ്പോൾ തോന്നും നാളെ ആരോ പ്രശ്നം നോക്കാൻ വരുന്നുണ്ട്. കറക്റ്റ് ആ സമയത്ത് ആ തവള വിളിച്ചിരിക്കും. അപ്പോഴും അവരെന്നെ ഫോണിൽ വിളിക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ പ്രശ്നം നോക്കാൻ വരുന്നുണ്ട്, വീട്ടിൽ കാണും എന്ന് ചോദിക്കും. എന്ത് കാര്യത്തിൽ പൂജാകാര്യങ്ങൾ അല്പം താമസിച്ചാൽ കറക്റ്റാണ് 2 പേരും വിളിക്കുന്നുണ്ട്. 2 പേര്. ഗോൾഡ് കളറാണത് വരുന്നത്. സ്വാമിയുടെ സാന്നിധ്യം അവിടെ ഉറപ്പായിട്ടുണ്ട്. ഈ 11 പേരുടെ സാന്നിധ്യം അവിടെ ഉറപ്പായിട്ടുണ്ട്. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നടക്കുന്ന സൗണ്ട് കേൾക്കാം, ചിലമ്പിൻ്റെ ശബ്ദം കേൾക്കാം, അങ്ങനെയുള്ള പല ശബ്ദങ്ങൾ എൻ്റെ അവിടെ വന്നവരെ അനുഭവസ്ഥർ വരെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പോറ്റി ഇങ്ങനെ രാത്രി ഉറങ്ങുന്ന സമയത്ത് കൊലുസിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അത് കാര്യമാക്കണ്ട. അത് പ്രശ്നപരിഹാരത്തിന് വരുന്ന ആളുകൾ അല്ല, ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കുന്നതാണ്. പ്രശ്നം നോക്കാൻ വരുന്നവരാ. ഭഗവാന്റെ സാന്നിധ്യം ആ ഭവനത്തിൽ, നിങ്ങളുടെ ഭവനത്തിലുണ്ട് എന്ന് അറിയിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ എൻ്റെ സാന്നിധ്യം വരുന്നതും അങ്ങനെയാണ്. ഇപ്പം എൻ്റെ വീട്ടിലൊരാൾ വരെയുണ്ട്, അവരെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, എല്ലാം ഭഗവാൻ കേട്ടു. രാത്രി അവരെ വീട്ടിൽ അതിൻ്റെ സാന്നിധ്യം അറിയിച്ചു കൊടുക്കും. ഒന്നീ ചിലമ്പിൻ്റെ ശബ്ദം, അല്ലെങ്കിൽ കൊലുസിൻ്റെ ശബ്ദം, സാന്നിധ്യം അവർ കാണിക്കണം. അനുഭവസ്ഥരുണ്ട്. എൻ്റെ വീട്ടിലൊരാൾ വന്നു, കൊച്ചിനെയും കൊണ്ടാണ് അവർ വന്നത്. അപ്പം അവരൊക്കെ പൂജയും കാര്യങ്ങളെല്ലാം ചെയ്ത് വിശ്വാസമായില്ല. എനിക്കത് മനസ്സിലായി. ഇവർ വീട്ടിൽ ചെന്ന് നിലവിളക്ക് കത്തിച്ചു. അവരപ്പം എന്നെ വിളിക്കുകയാണ്, നിലവിളക്ക് കത്തിച്ചു. വിളക്കിൻ്റെ ഒരു പ്രകാശം വന്ന് ഈ കൊച്ചിനെ വലം വെച്ച് കറങ്ങി പുറത്തോട്ട് പോകും. എൻ്റെ ഭഗവാൻ സത്യമായിട്ട് അവർ ആ സ്പോട്ടിൽ തന്നെ വിളിച്ച്, തിരുമേനി ഇന്നപോലെ വീട്ടിൽ വിളക്ക് എത്തിച്ചു, വിളക്കിൽ നിന്ന് ഒരു തീപ്പൊരി പോലെ ഒരു പ്രകാശം വന്ന് ഞാൻ കൊച്ചിനെ വലം വെച്ച് പുറത്തോട്ട് പോയി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ നിങ്ങൾക്കൊരു വിശ്വാസം ഇല്ലാതല്ലേ പോയത്, ഇപ്പോൾ ഫലം കണ്ടാൽ കേട്ട്. കണ്ട് സ്വാമി, കണ്ട് 100% വിശ്വാസമായി. ഇപ്പം അവർക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലമായി കിടന്ന് വീട് വയ്ക്കാനുള്ള ഒരു ഇതും ആയില്ല. കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ച് പറയുന്നത് വീട് വയ്ക്കാനുള്ള ക്യാഷെല്ലാം റെഡിയായി, പണി തുടങ്ങാൻ പോകാം. ഇവിടെ കൊല്ലം പാരിപ്പള്ളിയിലുണ്ട്. അത് കഴിഞ്ഞ് കൊല്ലത്തുനിന്ന് ഒരു പൂജ വന്നിട്ടുണ്ട്. അവർക്ക് ഇത്തിരി സാമ്പത്തികമായിട്ടുള്ള ഇത്തിരി ബുദ്ധിമുട്ടാണ്. അടിക്കടി 2 മരണം നടന്നു. അച്ഛനും മരിച്ചു, മോനും മരിച്ചു. അടിക്കടി നടന്നു മരണം. ഞാൻ ആ വീട്ടിൽ പോയി. കൊല്ലത്താണ്, കൊല്ലം പാരിപ്പള്ളിയിലാണ്. എൻ്റെ പേര് ഒരു വല്ലാത്തൊരു പേരാണ്. ആ പേര് കേട്ട ആരും ഞെട്ട്. ആ സ്ഥലം പോയി കണ്ട്, ഭഗവാന്റെ സാന്നിധ്യം ഉള്ള സ്ഥലമാണ്. കംപ്ലീറ്റ് പാറയാണ്. അവർക്ക് വേണ്ടി ഒരു കർമ്മ പൂജ ഉണ്ട്. അപ്പം സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ അവർ ഇത്തിരി നിൽക്കുകയാണ്. കാരണം നമുക്ക് സാധനങ്ങൾ അങ്ങനെയാണ്. ഇപ്പം പൂജാദ്രവ്യങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും നല്ല വിലയും കൂടെയാണ്. അവിടെ ഒരു പൂജ ഉണ്ട്. അവർക്കിവിടെ വന്നു, അവരെ കുട്ടിയുടെ ദേഹത്തൊരു ഉപദ്രവമുണ്ട്. അത് പുറത്തിറക്കി കാണിച്ചു കൊടുത്തു. ജിന്നിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു കുട്ടി. അതായത് പുറത്തിറക്കി കാണിച്ചു കൊടുക്കും, ദേഹത്ത് വരുത്തി കാണിച്ചു കൊടുത്തു. അപ്പം അവർക്കത് മനസ്സിലായി. കാരണം ഈ കുട്ടി രാത്രി വീട്ടിൽ വരുമ്പോഴും ആ കുട്ടിയുടെ വീട്ടിലിരിക്കുമ്പോഴും കാലിങ്ങനെ വച്ചിരിക്കും, ഇതേപോലെ വച്ചിരിക്കും. അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ വീട്ടിൽ പൂജയും കാര്യങ്ങളൊക്കെ അവർ വന്നു. കുട്ടിയുടെ അമ്മയും കൂടെ വന്നു, അത് നോക്കി
നോക്കിയപ്പോഴത്തേക്ക് കാലിങ്ങനെ വെച്ചത് കണ്ടപ്പോഴേ എനിക്കൊരു സംശയം തോന്നി, പന്തി കേട്ടാണെന്ന് തോന്നി. ആദ്യം കുട്ടിയുടെ ദേഹത്ത് വരുത്തിക്കാൻ നോക്കിയപ്പോൾ എൻ്റെ പറഞ്ഞെന്ന് പറഞ്ഞു, നീ എൻ്റെ മണ്ണ് ചവിട്ടൂല. ഞാൻ പറഞ്ഞു, ഞാൻ ചവിട്ടിയാലോ, നമുക്ക് കാണാം. കുട്ടിയുടെ ദേഹത്ത് വരുത്തി. അത് ഗർഭിണിയായ ഒരു സ്ത്രീ ആറ്റിൽ ചാടി മരിച്ചതിൻ്റെതായിരുന്നു. അത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പം ഈ കുട്ടി ജിന്നിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ജിന്നെന്ന് പറയുമ്പോൾ മുസ്ലിംസിൻ്റെ ജിന്നുണ്ടല്ലോ, അറിയത്തില്ലേ? അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ കുട്ടി പെട്ടെന്ന് തലയിൽ തട്ടമിട്ട് മുസ്ലിം ഇടും പോലെ അതിൽ വെച്ച് ഞാൻ പിടിച്ചു. ജിന്നിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. 2-3 പ്രശ്നങ്ങളാണ് കുട്ടിയുടെ ദേഹത്തുള്ളത്. അതൊരു പൂജ വന്നിരിക്കുകയാണ്. അതെൻ്റെ ജീവൻ വെച്ചുള്ള കളിയാണ്. ജീവൻ വെച്ചുള്ള കളി. ഞാൻ ചെയ്യുന്ന പൂജാകർമ്മങ്ങളെന്ന് പറഞ്ഞാൽ ഈ സ്വാമിയുടെ പൂജയും കാര്യങ്ങളും അമാവാസി ദിവസം രാത്രി 12 മണിക്കാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വെള്ളി 12, ചൊവ്വ 10. ഈ ദിവസങ്ങളിൽ ചെയ്താലേ ഫലം 100% വരത്തുള്ളൂ. നമ്മൾ പകല് ചെയ്താൽ ഈ കർമ്മങ്ങൾക്ക് ഫലം കാണത്തില്ല. എന്തുകൊണ്ടാണ് രാത്രി തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രകൃതി നിശബ്ദമായിരിക്കും. ഒരു ശബ്ദങ്ങളോ പകല് പോലുള്ള ശബ്ദങ്ങളോ ഒന്നും രാത്രി കേൾക്കത്തില്ല. നമുക്ക് ചെയ്യാൻ സൈലൻ്റായിട്ടിരിക്കുന്നതാണ് ബെറ്റർ. അതായത് ഒഴിപ്പിച്ചു കൊണ്ട് വരുമ്പോഴും മന്ത്രങ്ങൾ പറയുമ്പോഴും നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്യണം. ഒഴിപ്പിക്കുന്ന സമയത്ത് ശരീരത്ത് വരുത്തുന്നത് ആ സമയം ശ്രദ്ധാപൂർവം ചെയ്തില്ലെങ്കിൽ നമുക്ക് തിരിച്ച് പണി വരും. നമ്മൾ വലയം തീർത്ത് വേണം ഇരിക്കാൻ. കാരണം ചതുരംഗം തീർത്ത് അഭിമന്യു നിന്നില്ലേ, അതേപോലെ നമുക്ക് ചുറ്റും വലയം തീർത്ത് വേണം നിൽക്കാൻ. ആദ്യം വലയം, ചുറ്റുമുള്ള വലയം, കവചം, അതായത് കവചം തീർത്തിട്ട് വേണം ആ കവചത്തിന് മധ്യത്തിരുന്ന് വേണം നമ്മളിത് ചെയ്യാൻ. മനസ്സിലായോ? അത് കഴിഞ്ഞ് തന്ത്രപ്രധാനമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്യണം. കാരണം ദേഹത്ത് വരുത്തി ചെയ്യുമ്പോഴത്തേക്ക് മാറി എന്ന് പറഞ്ഞിട്ട് കള്ളത്തരത്തിലിരിക്കും. അവിടെയാണ് നമ്മൾ തന്ത്രം പ്രയോഗിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇതെല്ലാം കറക്റ്റ് കാര്യങ്ങളുമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഫലം കാണുകയും വേണം. പകല് ചെയ്ത ഈ വക കാര്യങ്ങളൊന്നും കറക്റ്റായി കിട്ടത്തില്ല. അപശബ്ദങ്ങളും പുറത്തുള്ള ശബ്ദങ്ങളും കേൾക്കും. ഈ ഇടയ്ക്ക് ഇതിനു മുമ്പേ ഞാൻ ഇടയ്ക്കൊരു പൂജ ചെയ്ത സമയത്ത് ആ വീട്ടിലെ ഫാന് തനിയെ കറങ്ങി. ആ വീട്ടിലുള്ള എല്ലാവരും ഭഗവാൻ സത്യത്തിൽ അവർ പേടിച്ചു പോയി. സത്യം പറഞ്ഞു, ഹോമം നമ്മൾ ചെയ്ത് മന്ത്രത്തിൻ്റെ ഇതനുസരിച്ച് ഫാൻ സ്പീഡേ കറങ്ങാൻ തുടങ്ങി. അവർ വീട്ടിലെ വാതിലെല്ലാം അടച്ചൊക്കെയായിരുന്നു. വീട്ടിലെ വാതിലിൽ 2 പ്രാവശ്യം കഥവിൽ പടക്കുന്ന അടിച്ച് സൗണ്ട് കേട്ട്. ആ കാര്യമാണ്, ആ പൂജയാണ് ഞാൻ പറഞ്ഞത്. വെള്ളിയാഴ്ച ചെയ്യണു, ഞായറാഴ്ച രാവിലെ ഫലം കാണുന്നു. ചില ദുഷ്ടശക്തികളുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആപ്പാടായിട്ട് വലയ്ക്കും. ചെയ്യുന്ന ആളിനെ അപകടപ്പെടുത്താൻ നോക്കും, ചെയ്യുന്ന ആളിൻ്റെ ബന്ധുക്കളെ അപകടപ്പെടുത്താൻ നോക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് വരും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധാപൂർവ്വം നോക്കിയും കണ്ടുമാണ് ഒഴിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ അങ്ങനെ സ്ഥലം എവിടെയായിരുന്നു വരുന്നത്? ഞാൻ മണ്ണന്തരം എന്ന സ്ഥലം. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ പ്രായത്തിൽ പൂജയും കാര്യങ്ങളും ചെയ്യുന്നത് ആദ്യമായിട്ടാണ്, ഒരു ആൺകുട്ടികൾ ഈ പ്രായത്തിൽ ഇറങ്ങത്തില്ല എന്നെൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ വഴി ഇതാണ്. അവർ നിശ്ചയിച്ച വഴി കൂടെ ഞാൻ പോകുന്നു. മറ്റാരും ഇഷ്ടപ്രകാരമല്ല ഞാൻ തിരഞ്ഞെടുത്തത്. അവർ നിശ്ചയിച്ചു, ഞാൻ പോകുന്നു. നമ്മളെ നയിക്കുന്നത് അവരാണ്. അവർ പറയുന്ന വഴിയിലൂടെ ഞാൻ പോകും. അപ്പോൾ അങ്ങ് എത്ര വർഷമായി, അങ്ങനെയാണെങ്കിൽ എത്ര വർഷമായി ഇതുമായി ബന്ധപ്പെട്ട് ഈ പൂജയും കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ട്? 6 വർഷത്തോളം. 6 വർഷത്തിന് മുകളിലായി. അപ്പോൾ ഈ 6 വർഷം കൊണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 6 വർഷം കൊണ്ടാണ് ഈ 11 ഉപാസനാമൂർത്തികളും പ്രത്യക്ഷമായത്? 6 വർഷം അല്ല, 6 വർഷം കൊണ്ടല്ല. ആദ്യം 5 പേരെ ഉള്ളായിരുന്നു. ഇപ്പം ഈ 11 പേരായത് ഒരു വർഷത്തിനകത്ത്. 1 വർഷം ആവൂല. ഇതിനകത്ത് ഞാൻ കേട്ടിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ ചാത്തനെ ഉപാസിക്കുമ്പോൾ നമ്മൾ മദ്യവും മാംസവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. അവസാനം ഇതെല്ലാം കൊടുക്കുന്ന ആൾ ആ കൊടുക്കുന്ന ആളുടെ ജീവനും എടുത്തുകൊണ്ടാണ് പോകുന്നത് എന്നുള്ള ചില കാര്യങ്ങളൊക്കെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എത്രമാത്രം സത്യമാണ്? മദ്യമാംസം കൊടുക്കുന്നത് കൊണ്ട് കൊടുക്കുന്ന ആളിന് ജീവന് ഭീഷണിയാണ്. ജീവനും അവസാനം ചോദിക്കുമെന്ന്. അങ്ങനെ വരത്തില്ല, അതൊക്കെ ചുമ്മാ. ഒരിക്കലും ഭഗവാൻ അവരുടെ ദാസന്റെ ജീവൻ ചോദിക്കത്തില്ല. ഇതൊക്കെ മണ്ടത്തരാണ്. ഇപ്പോ എന്റെ അറിവിൽ അങ്ങനെ ഇന്ന് വരെ വന്നിട്ടില്ല. ദേവതയെ വിറ്റ് ജീവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ, ഇപ്പോൾ അവരെ കൊണ്ട്
ഇപ്പോൾ ഒരു ദാസൻ, ഇപ്പൊ നമ്മൾ ഉപാസനാമൂർത്തിയാണല്ലോ, ആ ഉപാസനാമൂർത്തിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പൊ ആരെങ്കിലും വരും 50,000 രൂപ ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞ് ഉപാസനമൂർത്തികളെ കൊണ്ട് പണിയെടുക്കുന്നത്, അവരുടെ ഗതി എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ? അവരുടെ ഗതി ജീവിതാവസാനം അവർ അനുഭവിച്ചേ പോകും. നിറയെ യാതന അനുഭവിച്ച് ഒരു തുള്ളി ജലം പോലും കിട്ടാത്ത രീതിയിലായിരിക്കും അവരുടെ പോക്ക്. തിരിച്ചടിക്കും എന്നായാലും അവരെ. പിന്നെ ആ ചെയ്യുന്ന ആളെ ജീവൻ പോയി കഴിഞ്ഞാലും തലമുറകളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കും. കുടുംബം പച്ചയ്ക്ക് കത്തിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഏത് ദേവതകളെ വച്ചാലും ദുഷ്കർമ്മവും ദുർമന്ത്രവാദവും ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചടിക്കും. എന്നാണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് ഇരിക്കാം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി. അങ്ങനെ